എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ്. സെപ്റ്റംബർ 29 ലോഗോസ് ക്വിസ് എക്സാമിന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്തതുപോലെ ചെയ്യുവിൻ. ഇങ്ങനെ പറഞ്ഞത് ആര്? യോവാഷ്, അബിമേലെക്ക്, ഗിദെയോൻ. ഉത്തരം ഗിദെയോൻ. സേബായും സൽമുന്നായും ഡാഷ് ഭടന്മാരോടുകൂടെ കാർക്കോറിൽ താവളമടിച്ചിരുന്നു. 10,000-ഓളം, 15,000-ഓളം, 20,000-ഓളം. ഉത്തരം 15,000-ഓളം. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 11:9, ലൂക്ക 10:11, ലൂക്ക 9:9, ലൂക്ക 11:9. ഇറച്ചിയും പുളിപ്പുമില്ലാത്ത അപ്പം എടുത്ത് ഈ പാറമേൽ വയ്ക്കുക. ഇങ്ങനെ പറഞ്ഞത് ആര്? ഗിദെയോൻ. കർത്താവ് ദൈവത്തിൻ്റെ ദൂതൻ. ഉത്തരം ദൈവത്തിൻ്റെ ദൂതൻ. ന്യായാധിപന്മാർ 5:21 കിഷോൻ പ്രവാഹമെന്ന് എത്ര പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്? 2 പ്രാവശ്യം, 3 പ്രാവശ്യം, 1 പ്രാവശ്യം. ഉത്തരം 2 പ്രാവശ്യം. ന്യായാധിപന്മാർ എത്രാം അധ്യായത്തിലാണ് ഷംഗാറിനെ കുറിച്ച് പറയുന്നത്? 4-ാം അധ്യായത്തിൽ, 3-ാം അധ്യായത്തിൽ, 2-ാം അധ്യായത്തിൽ. ഉത്തരം 3-ാം അധ്യായത്തിൽ. ജായിർ ഏത് ദേശക്കാരനായിരുന്നു? ഇസാക്കർ, ഗിലെയാദ്, എഫ്രായിം. ഉത്തരം ഗിലെയാദ്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എത്ര ശെക്കെം ഗോപുരനിവാസികളെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് ന്യായാധിപന്മാർ 9:49 പറയുന്നത്? 10,000-ഓളം, 20,000-ഓളം, 1,000-ഓളം. ഉത്തരം 1,000-ഓളം. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേല്യരെ എത്ര വർഷമാണ് അവർ പീഡിപ്പിച്ചത്? 18 വർഷം, 10 വർഷം, 8 വർഷം. ഉത്തരം 18 വർഷം. ആരുടെ കാഴ്ചകൾ സ്വീകാര്യമല്ല എന്നാണ് പ്രഭാഷകൻ 34 പറയുന്നത്? അനീതി പ്രവർത്തിക്കുന്നവൻ്റെ, നിയമനിഷേധകൻ്റെ, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ. ഉത്തരം നിയമനിഷേധകൻ്റെ. ലൂക്ക 11:51 അനുസരിച്ച് ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യവെച്ച് കൊല്ലപ്പെട്ട ഡാഷ് വരെയുള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും? സക്കറിയ, ആബേൽ, ഏലിയ. ഉത്തരം സക്കറിയ. ലൂക്ക 11:32 അനുസരിച്ച് ഡാഷ് നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും എന്നാണ് യേശു പറഞ്ഞത്? കൊറാസിൻ നിവാസികൾ, യൂദാ നിവാസികൾ, നിനവെ നിവാസികൾ. ഉത്തരം നിനവെ നിവാസികൾ.
ലൂക്ക 9:57 മുതൽ 62 സമാനമായ തിരുവചന ഭാഗം. മത്തായി 9:38 മുതൽ 41 വരെ. മത്തായി 8:19 മുതൽ 22 വരെ. മത്തായി 11:20 മുതൽ 24 വരെ. ഉത്തരം മത്തായി 8:19 മുതൽ 22 വരെ. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അധ്യായവും വാക്യവും എഴുതുക. ലൂക്ക 10:20, ലൂക്ക 10:22, ലൂക്ക 10:18. ഉത്തരം ലൂക്ക 10:20. വിശുദ്ധർക്കുള്ള ധനശേഖരണം. 2 കൊറിന്തോസ് എത്രാം അധ്യായത്തിൻ്റെ ശീർഷകമാണ്? 10-ാം അധ്യായത്തിൻ്റെ, 9-ാം അധ്യായത്തിൻ്റെ, 12-ാം അധ്യായത്തിൻ്റെ. ഉത്തരം 9-ാം അധ്യായത്തിൻ്റെ. 2 കൊറിന്തോസ് 10-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 18, 20, 17. ഉത്തരം 18. നിങ്ങളുടെ ഡാഷ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുണ്ട്. തീക്ഷ്ണത, ഉദാരത, സന്മനസ്. ഉത്തരം തീക്ഷ്ണത. അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി. അധ്യായവും വാക്യവും എഴുതുക. 2 കൊറിന്തോസ് 9:15, 2 കൊറിന്തോസ് 9:11, 2 കൊറിന്തോസ് 10:9. ഉത്തരം 2 കൊറിന്തോസ് 9:15. ഞങ്ങളുടെ ഡാഷിനെ പറ്റി ഞാൻ കുറച്ച് അധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല. പ്രത്യാശയെപ്പറ്റി, ദാനധർമ്മത്തെപ്പറ്റി, അധികാരത്തെപ്പറ്റി. ഉത്തരം അധികാരത്തെപ്പറ്റി. എന്തിനെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടുമിരിക്കുന്നു. 2 കൊറിന്തോസ് 11:28. മക്കെദോനിയക്കാരെക്കുറിച്ചുള്ള, സകല അപ്പോസ്തലന്മാരെയും കുറിച്ചുള്ള, സകല സഭകളെയും കുറിച്ചുള്ള. ഉത്തരം സകല സഭകളെയും കുറിച്ചുള്ള.